പൊങ്കാലയ്ക്ക് പോകാൻ അനീഷ കൃത്യസമയത്ത് തന്നെ വന്നു. ഞാനൊരു ഇച്ചിരി ലേറ്റായി പോയിട്ടോ. അനീഷ വന്ന ഉടനെ തന്നെ എൻ്റെ സാധനങ്ങളും ഒക്കെ എടുത്തു വെച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് വന്നു. വന്ന ഉടനെ തന്നെ ഞങ്ങൾക്കൊരു അടുപ്പ് പിടിക്കണമായിരുന്നു. ഈ കമ്പിയുടെ അടുപ്പ് ഞാൻ ഇവിടെ മാത്രം കേട്ടോ കണ്ടേക്കുന്നത്, ബാക്കി എല്ലാം ചുടുകട്ടയായിരിക്കും. അതിനുശേഷം ഞങ്ങൾ തൊഴാനായിട്ട് പോയി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ പറയിടയിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് വേണമെങ്കിലും പറയൊക്കെ ഇടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, നന്നായിട്ട് തൊഴാനായിട്ടൊക്കെ പറ്റി. അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ ഞങ്ങളുടെ കലത്തിനൊക്കെ തൊട്ട് കലത്തിനെയൊക്കെ ഒരുക്കി റെഡിയാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടോ. അപ്പോഴത്തേക്കും അടുത്തുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ഗണപതി ഒരുക്കും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗണപതി ഒരുക്ക് കൊണ്ടുവന്നില്ല. ഗണപതി ഒരുക്ക് നമ്മൾ സാധാരണ തിരിച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാത്തത് കൊണ്ട് അവിടെ ഇട്ട് ചവിട്ടി തേക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഗണപതി ഒരുക്ക് ഇപ്രാവശ്യം എടുത്തില്ല കേട്ടോ. ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. ആ തീ ഒന്ന് പകർന്നു കിട്ടണം, അതിനു വേണ്ടി. അങ്ങനെ തീയൊക്കെ പകർന്നു കിട്ടി, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ അരിയൊക്കെ ഇട്ടു. നല്ലൊരു പൊങ്കാലയായിരുന്നു കേട്ടോ. പിന്നെ പറയാതെ വയ്യ, നല്ല കാറ്റായിരുന്നു. കാറ്റിൻ്റെ കാര്യം ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കാറ്റായിരുന്നു. നമുക്ക് നമ്മുടെ കലത്തിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മുടെ ഡ്രസ്സിലോ എങ്ങാനും ഒക്കെ തീ കയറി പിടിച്ചാലോ അങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും പറയാനില്ല, നല്ല പൊങ്കാലയായിരുന്നു. നല്ല സുഖമായിരുന്നു പൊങ്കാല ഇടാനായിട്ട്. ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ചന്ദ്ര പൊങ്കാല ഇതേപോലെ ആട്ടോ, നല്ല സുഖമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിട്ട് തീർക്കാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി പ്രസാദം തളിക്കാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നേരെ ഞാനും അനീഷയും വന്ന് ഇവിടെ നിന്ന് ഒരു ജ്യൂസ് മേടിച്ച് കുടിച്ചിട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി പോയി ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തീർത്ഥം തളിക്കാൻ വന്നു. തീർത്ഥമൊക്കെ തളിച്ച് ഞങ്ങൾ പൊങ്കാലയും കൊണ്ട് നേരെ